all, welcome to Handcrafty. So ഡെഫിനറ്റ്ലി ഇതൊരു ഹാമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ആക്ച്വലി 2 ഹാമ്പറിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം എന്നൊരു പ്ലാൻ കൊണ്ടാണ് ഇപ്പോഴേ ചെയ്യുന്നത്. സോ ഐ വിൽ ഷോ യു വാട്ട് ഐ എം ഗോണ ഡു. എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ വെഡ്ഡിങ് ആണ്. ആൻഡ് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് സാലിക്ക് വാവ ജനിച്ചു. അപ്പം ഞാൻ കോട്ടയം പാല അങ്ങോട്ട് പോവുകയാണ്. അപ്പം 2 പേരുടെയും ഒരാളെ കാണാൻ പോകുന്നത്, ഒരാളുടെ വെഡ്ഡിങ് എൻഗേജ്മെൻറ്റ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ വാവ കേട്ടോ, അതൊന്നും ഇവരൊക്കെ ഷോ. സോ അപ്പം അതിൻ്റെ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചു. ഇനി ഫോട്ടോ ഫ്രെയിംസൊക്കെ ചെയ്യണം. അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. സോ ഇത് എൻ്റെ കട്ട് ചെയ്ത് ഫ്രെയിംസിലാക്കണം. ഇപ്പം 2 ഹാമ്പറും 2 തീമിലാണ് ചെയ്യുന്നത്. ഒന്ന് വന്നിട്ടൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ ബേജ് കളറിൻ്റെ കോമ്പിനേഷനാണ്. സാലിയുടെ വന്നിട്ടൊരു ബ്ലൂ ഗ്രേ ആ ഒരു തീമാണ്. സോ കുറേ പ്രോഡക്റ്റ്സ് അതിന് വേണ്ടി മേടിച്ചു. ഞാൻ പറ്റുമെങ്കിൽ അതും കൂടെ കാണിച്ചു തരാം. ഇപ്പം സത്യം പറഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റ്സും ഒന്ന് മേടിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ രാത്രി 11 മണിയായി. സോ നാളെ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് നാളെ അല്ലെങ്കിൽ അപ്പം ഞാൻ പ്രോഡക്റ്റ്സ് എല്ലാം കാണിക്കണമെന്നുണ്ട്. എനിക്ക് പറ്റുമെങ്കിൽ ഇന്ന് കാണിക്കാം, അല്ലെങ്കിൽ നാളെ എന്തായാലും ഫുൾ പാക്ക് ചെയ്ത് ഇപ്പം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് നാളെ പാക്ക് ചെയ്ത് മേ ബി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ പോവും പ്ലാനാണ്. ആക്ച്വലി റൂമിൻ്റെ അത് പൂച്ചയാണ്. ഓഫ് ബീങ് ഡോഗ് പാരന്റ് അല്ലെങ്കിൽ ഒരു പെറ്റ് ലവർ. അപ്പം ഞാൻ ആക്ച്വലി ഇതുപോലത്തെ ക്യൂട്ട് ഫ്രെയിംസ് എടുത്തിട്ടുണ്ട്. ഇതാണ് മോൻസി ആൻഡ് സീബയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉള്ള ബ്ലൂ തീമിലേക്ക് ഈ ഒരു ബ്ലാക്ക്. ഇതെല്ലാം കാണിക്കത്തില്ല കേട്ടോ. ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും വരുന്നത്. ഇതിൽ ആക്ച്വലി ഗ്ലാസ് പീസൊക്കെ വരുന്നുണ്ട്. ഗ്ലാസിൻ്റെ സൈസിൽ പറ്റിയ ഇവിടുത്തെ ഫോട്ടോയിൽ ഈ ഒരു പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. റിഫ്ലക്ഷൻ വരുവാണ്. ക്യൂട്ടല്ലേ, നൈസ് ഫോട്ടോ. അവർക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നോക്കിയുണ്ടോ തണ്ണിയുടെയും മുൻസില് അതല്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർക്ക് ഉറപ്പായിട്ട് ഭയങ്കര ഇഷ്ടപ്പെടും അല്ലേ. അടുത്ത ഫോട്ടോ Leo, come here. Come here. Come. Sit here. Sit. Okay, sit there. Okay. ഇപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യുന്നൊക്കെ കാണിക്കുമെങ്കിലും അവനൊന്നും ഗുഡ് ബോയ് ആയിട്ടിരിക്കും കേട്ടാ. അടുത്തൊന്ന് ഫ്രെയിം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം നമ്മളുടെ ക്ലാസ് ഫോട്ടോ വെച്ചിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് ക്ലാസ്സിലത്തെ അഫ്രിൻ്റെ വെഡ്ഡിങ്ങിന് നമ്മൾ ബ്രൈഡൽ ഷവർ കൊടുത്തപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്, കുറച്ചുകൂടി മിസ്സിംഗ് ആണ്. ബട്ട് സ്റ്റിൽ ഐ ലവ് ദിസ് ഫോട്ടോ. അതുകൊണ്ട് അവസാനം ഞാൻ ഈ ഫോട്ടോ ചൂസ് ചെയ്തു. അവർക്ക് മെമ്മറി ആവുമല്ലോ, നമ്മളെല്ലാവരും ഓർക്കുമല്ലോ. You come here.
Leo, Eva, Eva. This is my Leo. This is my Leo. It's like 8 months old. Hello, Leo. Almost 5. Almost 5. 5 ഇല്ല അപ്പൊ അവന്റെ ബെഡിൽ കിടക്കുകയാണ്. ഞാൻ താഴെ അല്ലെങ്കിൽ എന്നെ കണ്ടു കൊല വിട്ടോ. നമുക്ക് ആക്ച്വലി മുന്നേ ഉണ്ടായിരുന്നത് ബ്രൗണി ആയിരുന്നു. ഷീസ് നോ മോർ ആൻഡ് ഓൾമോസ്റ്റ് 6-7 months ആവും പുള്ളിക്കാരി പോയിട്ട്. അപ്പം he came and really made us happy with his presence. അസത്യ ലൈക്ക് ഡോഗ്സ് ഒരു ഏഞ്ചൽസിനെ പോലെയാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ കുറേ ഏഞ്ചൽസ് ഉണ്ട്. ഒരു പൂച്ച മാത്രമല്ല, പക്ഷെ പട്ടി മാത്രമല്ല, പൂച്ചയുണ്ട്. ഒരു മിശ്രിത ഫാമിലിയാണ് നമ്മളുടെ, അല്ലേ ഡബി? എൻ്റെ വീട് ഒരു മിശ്രിത ഫാമിലി അല്ലേ? പൂച്ച, പട്ടി എല്ലാരും ഉണ്ട്. ജീവനുള്ള എന്തിനെ നമ്മൾ കൂടെ പോകും. അതെ, ഞാനും അതുപോലെയാണ് നിന്റെ ഭാഗ്യം. അങ്ങനെയാണ്. ആക്ച്വലി നീ ഫസ്റ്റ് ഒരു പൂച്ച പേഴ്സൺ ആയിരുന്നു. നീ അങ്ങനെയൊന്നുമില്ല. നീ എന്റെ വീട്ടില് പട്ടി വളർത്താൻ സമ്മതിക്കാത്തതാണ് ഞാൻ വളർത്തുന്നത്. യു നോ റൈറ്റ്? ഞാൻ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ടൈപ്പ് അല്ലായിരുന്നു ആ സമയം. അതുകൊണ്ടാണ് വളർത്താറ്. അല്ല, എനിക്ക് പട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതിലൊക്കെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതപ്പോ എന്തോ സൗണ്ട് അതിൽ മൂക്ക് വന്ന് ഇത് കസേരയിൽ ഇടിച്ചു എന്റെ പുറത്തുനിന്ന് ചർപ്പി ചെയ്തു. ഓക്കെ, അവനായിട്ട് ചോദിച്ചു വാങ്ങിച്ചോ. നിനക്ക് പക്ഷെ ജർമ്മനെ മാത്രമല്ലേ ഇതിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെയല്ലേ, എനിക്ക് ആകെ ഒരു ജർമ്മൻ വേണമെന്നായിരുന്നു. എനിക്ക് പണ്ടൊക്കെ ജർമ്മനെ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റിൽ എല്ലാ പട്ടികളും ഇഷ്ടമാണ്. ബിക്കോസ് ഞാൻ കുഞ്ഞിലോട്ട് വളർന്നപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ കുറേ പട്ടികളുണ്ട്. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ഇത് ലൈക്ക് അവർ ഫാമിലി. നമ്മളെ വീട്ടില് എടാ, എൻ്റെ വീട്ടിൽ അണ്ണാനുണ്ടായിരുന്നു. അണ്ണാൻ ഹലോ, അണ്ണാൻ രാവിലെ എണീറ്റ് വന്ന് അമ്മയുടെ മുഖത്ത് വന്നിലേക്ക് 5 മണിയൊക്കെ ആകുമ്പോൾ അത് സ്വന്തമായിട്ട് കൂടുന്ന എണീറ്റ് വന്ന് അമ്മേനെ എണീപ്പിക്കും. അമ്മയൊക്കെ സംസാരിക്കുന്ന കണക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. എടാ, കുരങ്ങനെ മിക്കുള്ളവരും വളർത്തും. അണ്ണാൻ അങ്ങനെയാണോ? കുരങ്ങ ഇപ്പൊ സ്വന്തമായിട്ട് വീട്ടിലും താമസിക്കുന്ന വീടുകളുണ്ടല്ലോ. അപ്പൊ അണ്ണാൻ അങ്ങനെയാണ്. അണ്ണാൻ അത്രയും കുഞ്ഞു ജീവിക്കാൻ അത്രയും പ്രേം. കുരങ്ങൻ ആക്ച്വലി അറ്റ്ലീസ്റ്റ് മനുഷ്യന്മാരെ കുരങ്ങൻ ഉണ്ടാകുന്നെങ്കിൽ അതെ, അങ്ങനെ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഒരു മരത്തിന്ന് മരം മുറിച്ചപ്പോ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാ. അപ്പൊ അതിന് ആൾക്കാരെല്ലാരും കൊണ്ട് നമ്മളോട് വേണ്ടി തന്നു. അങ്ങനെ എൻ്റെ അമ്മ അതിന്റെ അമ്മയായി. ആക്ച്വലി ഈ വീഡിയോ എടുത്ത നേരത്തെ എനിക്ക് അവന്റെ പേര് ഓർമ്മയില്ലായിരുന്നു. പക്ഷെ പിന്നീട് എൻ്റെ ചേച്ചിയൊക്കെ ചോദിച്ചപ്പോൾ ആണ് അറിഞ്ഞത് അവന്റെ പേര് രാമു എന്നാണ്. ഈവൻ ആദർശ് പറയുന്ന കുരങ്ങന്റെ പേര് രാമു എന്നായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര പാവമായിരുന്നു. ഞാനാണെങ്കിൽ ആ പ്രായത്തിൽ ഭയങ്കര കുഞ്ഞല്ലായിരുന്നു. ഞാൻ അവൻ എടുത്ത് വെച്ച് ഇങ്ങനെ ഇത് പോയിരുന്നു. മരത്തിലൊക്കെ പോയി അവൻ കയറുമ്പോഴൊക്കെ ഞാൻ പോയി പിടിച്ചോണ്ട് വരും. പക്ഷെ അവൻ പാവമായിരുന്നു. അവന് മുന്തിരിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവനെ മറ്റേ ഉടുമ്പം എന്ന് പറഞ്ഞ പക്ഷി ഉണ്ടല്ലോ, ഒരു ആഷ് കളറിൽ കുറെ ഡോട്ട്സ് ഉള്ളത്. നമ്മളിവിടെ തന്നെ ഉടുമ്പം എന്നൊക്കെയാണ് പറയണത്. ഓ, അത് തന്നെ. ഇവിടെ ഒരു തല, ഐ മീൻ ഈ വലിയ പ്ലാവൊക്കെ ഇല്ലേ, മുകളൊക്കെ ചീകി നിർത്തിയേക്കുമല്ലോ. ആ, എന്റെ വീഡിയോ എടുക്കാനാണല്ലോ ഞാൻ എന്റെ ഫോണിൽ ഇപ്പൊ മൊത്തത്തിലുള്ള എന്റെ മെമ്മറി എല്ലാം കളഞ്ഞത്. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ. എനിക്ക് സത്യം പറഞ്ഞപ്പോ എന്റെ ഫോണിൽ വീഡിയോസ് ഒന്നും സ്ഥലം കൂടുതലാണ്. നോക്കുമ്പോ ഞാൻ ഇപ്പൊ എല്ലാ വീഡിയോസും എടുക്കും, അത് അപ്ലോഡ് ചെയ്യും. പിന്നെ ഒന്നും ഇല്ല. അതിനു വേണ്ടിയിട്ടാണല്ലോ എന്റെ ഉള്ള മെമ്മറി എല്ലാം കൊണ്ടുപോയി കളഞ്ഞത്.
അപ്പൊ അവന് ആ പക്ഷി ഒന്ന് റാഞ്ചി കൊണ്ട് പോയടോ. അയ്യോ, I was supposed to write something here. ഇവന്റൊക്കെ സംസാരിച്ചോണ്ടിരുന്ന ഇടയിൽ അത് മറന്നു. അപ്പൊ നമ്മൾ റീഓപ്പൺ ചെയ്തു. ഇവരെയും കാണാൻ പറ്റുന്നുണ്ട്. F16 ഇതാണ്. ആക്ച്വലി ഈ ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത്. ഞാനൊന്ന് എല്ലാത്തിനും ഒന്ന് റെഡിയാക്കണം. കുക്കീസ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ഒരു മോയ്സ്ചറൈസർ, ഫോട്ടോസ്, പെർഫ്യൂം, മാസ്ക്, ദെൻ സ്കെച്ച് ബുക്ക് അങ്ങനൊക്കെ മെറ്റീരിയൽ ഉണ്ട്. പിന്നെ ചോക്ലേറ്റ്സ് ഇതൊക്കെയാണുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് മെസ്സായിട്ടില്ല, രണ്ടും കൂടെ ഒത്ത് പാക്കിങ് നടക്കുവാണ്. എൻ്റെ ബാച്ച് ഫോട്ടോ വരും. ആക്ച്വലി ദിസ് ഇസ് മീ ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ബിഫോർ ദ ഫംഗ്ഷൻ. എനിക്ക് ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടിയത്. അപ്പം അവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു ടോട്ടലി ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്തത്. ബിക്കോസ് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഇവൻറ്റിനായിരുന്നു ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ്സ് ദ ഫൈനൽ ഔട്ട്പുട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ഹാമ്പർ ആയിരുന്നു അത്. അങ്ങനെ നമ്മളത് അവർക്ക് പ്രസൻറ്റ് ചെയ്തു.